Let this one be a confession of boldness to witness for Jesus to those around us. We're called to preach the good news of the gospel to all nations. We're called to be witnesses. Brother Justin Brother Jacob കുടുംബത്തെ ഓർത്ത് ഞാൻ വളരെ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങൾ എല്ലാ പ്രിയതേ മക്കൾ കഴിഞ്ഞ നാളുകൾ ഞങ്ങളെ കുടുംബമായി സ്നേഹിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിനായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് പൽക്കാലം എൻ്റെ ഹൃദയത്തിൽ കഴിഞ്ഞ ചില നാളുകളായി ചില മാസങ്ങളായി ദൈവം എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആലോചന നിങ്ങളുമായി അല്പമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. അതിനായി നമ്മൾക്ക് എല്ലാവർക്കും ഏറ്റവും പരിചയമുള്ള ഒരു വേദഭാഗത്തിലേക്ക് നാം നോക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു.
ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ഞങ്ങളുടെ നല്ല ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽക്കാലത്തിനായി, ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ നല്ല പ്രഭാതത്തിനായി വീണ്ടും ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആരാധനയിൽ ഇറങ്ങി വന്നതിനായി നന്ദി. സ്തുതികളിൽ മധ്യ അധിവസിക്കുന്നവനായ ദൈവം ഇന്ന് പൽക്കാലം അങ്ങയുടെ സിംഹാസനം ഞങ്ങളുടെ മധ്യമുള്ളതിനാൽ നന്ദിയോട് സ്തുതിക്കുന്നു. വീണ്ടും ഞങ്ങളോട് സംസാരിക്കാൻ, ഇടപെടുവാൻ, അങ്ങയുടെ ക്രിയയെ ചെയ്തെടുക്കുവാൻ, അങ്ങയുടെ പ്രവൃത്തിയെ ചെയ്തെടുക്കുവാൻ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കർത്താവിന്റെ മധ്യ വ്യാപരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ഹോളിനെ ചുറ്റും വാഴുവാൻ എന്റെ ദൂതഗണങ്ങൾ കർത്താവെ പാളയം ഇറങ്ങിയിരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ആവശ്യഭാരത്തോടെ വന്നിരിക്കുന്ന ജീവിതങ്ങളുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് ഇടപെടുവാനും പ്രവർത്തിക്കുവാനും അത് കർത്താവെ ഞങ്ങളുടെ ശക്തിയുള്ള കരങ്ങളെ വ്യാപരിക്കുന്നതിനാൽ അങ്ങയോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഞങ്ങളുടെ ജനത്തോടെ ആഗ്രഹിക്കുന്ന സംസാരിപ്പാൻ അങ്ങയുടെ കൈകളെ ഏൽപ്പിക്കുന്നു, ശക്തീകരിച്ച അഭിഷേകം ചെയ്താക്കുക. ഏറ്റെടുക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ, സഹായിക്കണമേ, തിരുനാമം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. 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 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ സൃഷ്ടാവാണ്. ഹല്ലേലൂയ. സൃഷ്ടിയുടെ ആദി സൃഷ്ടി ചെയ്ത് തുടങ്ങിയപ്പോൾ കർത്താവ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചാണ് കർത്താവിന്റെ സൃഷ്ടി ക്രിയേറ്റിംഗ് വർക്ക് കർത്താവ് തുടങ്ങിയത്. കർത്താവിനൊരു തുടക്കമില്ല, ദൈവത്തിനൊരു തുടക്കമില്ല. ദൈവമാണ് സൃഷ്ടാവ്. സകലത്തിന്റെയും കാരണഭൂതൻ ദൈവമാണ്. സകലവും ദൈവത്താൽ ഉളവായതാണ്, ദൈവത്തെ ആരും ഉളവാക്കിയതല്ല. ദൈവമാണ് സകലതും ഉളവാക്കുവാനുള്ള കാരണം. അപ്പോൾ നാം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് ഉളവാകണമെങ്കിൽ അത് ദൈവത്താൽ മാത്രമേ ഉളവാകൂ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടായി വരണമെങ്കിൽ അത് ദൈവത്താൽ മാത്രമേ സാധിക്കത്തുള്ളൂ. നമുക്ക് എത്രയും ബുദ്ധി ഉണ്ടായിരിക്കാം, എത്രയും കഴിവുകൾ ഉണ്ടായിരിക്കാം, നമ്മൾ ലോകത്തിൽ ഏറ്റവും പഠിപ്പുള്ളവരായിരിക്കാം, ഏറ്റവും മിടുക്കരായിരിക്കാം, മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ പേരും പെരുമയും വലിയ കുടുംബത്തിന്റെ പ്രൗഢിയുള്ളവരെല്ലാം ആയിരിക്കാം. എന്നാൽ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടായി കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് രാവിലെക്കാലം നാം തിരിച്ചറിയണം, അത് ദൈവത്താണ് എന്നാണ്. മറ്റാരെ കൊണ്ടും സാധ്യമല്ല, മറ്റൊരു വ്യക്തിയെ കൊണ്ടും സാധ്യമല്ല, മറ്റൊരു സർക്കാരുകളെ കൊണ്ടും സാധ്യമല്ല, മറ്റൊരു സ്വാധീനമുള്ള വ്യക്തികളെ കൊണ്ടും സ്ഥാപനങ്ങളെ കൊണ്ട് സാധ്യമല്ല. എന്റെ ദൈവത്താൽ മാത്രമേ എന്തെങ്കിലും ഒന്ന് തുടങ്ങുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും ഒരു തുടക്കം ആഗ്രഹിക്കുന്നത് ഇന്ന് നമ്മളോട് കർത്താവേ, ഞാൻ അറിയുന്നു നീയാണ് സകലവും തുടങ്ങുന്നവൻ. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ചിലത് പുതിയതെന്ന് പറയണം. In the beginning of creation, His creative work, God began creating the heaven and the earth. Now, verse 2, പെട്ടെന്ന് അവിടെ വ്യത്യാസം നാം കാണുന്നു. ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു, എന്നാൽ ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. അതെങ്ങനെ സംഭവിക്കുന്നത്? ദൈവത്തിന് തെറ്റുപറ്റുമോ? ദൈവത്തിന്റെ കാര്യപരിപാടികൾക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റുമോ? ദൈവം പൂർണ്ണനാണ്, ദൈവം പെർഫെക്റ്റ് ആണ്. God is perfect. When He does something, He does with that perfection and precision. And the Word of God says He makes everything beautiful. Hallelujah. ദൈവത്തിന് നന്മ മാത്രമേ ചെയ്യാൻ അറിയത്തുള്ളൂ. ദൈവത്തിന് തിന്മ ചെയ്യാൻ അറിയത്തില്ല. ദൈവത്തിന്റെ സ്വഭാവം തന്നെ നന്മ ചെയ്യാനാണ്. ദൈവം ഭൂമിയെയും ആകാശത്തെയും സൃഷ്ടിച്ചപ്പോൾ നന്നായി സൃഷ്ടിച്ചു, ഭംഗിയുള്ളതായി സൃഷ്ടിച്ചു. ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ, ഒരു പ്രത്യേക ലക്ഷ്യത്തോടെ, ഒരു പ്രത്യേക കാരണത്താൽ ദൈവം അതിനെ സൃഷ്ടിച്ചു. എന്നാൽ രണ്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുകയാണ്, അതിനേക്കാൾ വ്യത്യസ്തമായി ഭൂമി പാഴും ശൂന്യമായിരുന്നു. The earth was without form and void, empty. It was like a wasteland. Darkness was over the face of the earth. അതെങ്ങനെ സംഭവിച്ചു?
വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു ഈ ഒന്നാം വാക്യവും രണ്ടാം വാക്യവും തമ്മിൽ ആയിരക്കണക്കിന് പക്ഷേ ലക്ഷക്കണക്കിന് വർഷത്തിന്റെ വ്യത്യാസമുണ്ട്. Theologians and biblical scholars say that there is a theology called a gap theology. Something happened between verse 1 and verse 2. There was an attack of the devil upon this earth. Lucifer was the archangel of God. There are three archangels of God. First is Michael, second is Gabriel, and third was Lucifer. Michael is the one who is the warrior who takes care of the host of God, who is the warfare angel. He is the chief of the army of God's angel. And Gabriel is the messenger. He is the chief messenger of God. ദൈവത്തിന്റെ പ്രധാന ദൂതനാണ്. ദൈവത്തിന്റെ ആലോചനകളെയും അരുളപ്പാടുകളെയും കാലാകാലങ്ങളെയും മനുഷ്യർക്ക് അറിയിക്കേണ്ടതിന് ദൈവത്തിന്റെ പ്രധാന ദൂതനാണ് ഗബ്രിയേൽ. മീഖായേലോ ദൈവത്തിന്റെ ദൂത സംഘത്തിന്റെ സേനാധിപതിയാണ്. അതേപോലെ മൂന്നാമത്തെ ഒരു ആർച്ചേഞ്ചൽ ഉണ്ടായിരുന്നു, ലൂസിഫർ. ദൈവത്തെ സ്വർഗത്തിൽ ആരാധിക്കേണ്ടതിന് സകല ദൂതന്മാരെയും സകല ജീവികളെയും പ്രാണികളെയും മൂപ്പന്മാരെയും ചേർന്ന് ആരാധനയെ നയിക്കുന്ന ഒരു ദൂതനായിരുന്നു. എന്നാൽ ഒരു ദിവസം നാം വായിക്കുന്ന യെശയ്യാ പ്രവചനത്തിൽ ദൈവത്തിനെതിരെ താൻ മനസ്സിൽ പാപം ചെയ്തു, ദൈവം കൃപയിൽ നിന്ന് വീണു, ദൈവം വെട്ടി അവനെ ഭൂമിയിലേക്ക് താഴെ ഇട്ടപ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിയെ അവൻ പാഴും ശൂന്യമാക്കി കളഞ്ഞു. പ്രിയമുള്ളവരെ, ഞാൻ ഏതോ മില്യൺസ് ഓഫ് ഇയേഴ്സിന് മുമ്പേ നടന്ന കഥ പറയാൻ വേണ്ടിയല്ല ഇരിക്കുന്നത്. ഇന്ന് പകൽക്കാലം വിടിപ്പിക്കുന്ന ഏതോ ജീവിതങ്ങളിൽ നല്ല തുടക്കങ്ങളൊക്കെ തുടങ്ങിയെങ്കിലും എവിടെയോ പാഴായി കിടക്കുന്ന അവസ്ഥകളുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. എവിടെയോ ശൂന്യതകൾ വന്നിരിക്കുന്ന അവസ്ഥയുണ്ടെന്ന് പറയുന്നത് ഒരിക്കലും ദൈവം കൊണ്ടുവന്നതല്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നീ വിശ്വസിക്കരുത്. ദൈവം നിനക്ക് തിന്മ ചെയ്യത്തില്ല, അത് ശൂന്യമായി കിടക്കാനല്ല, അത് ഇരുളിൽ കിടക്കാനല്ല, അത് ഒരിക്കലും ദൈവമല്ല, അത് ദൈവത്തിന്റെ സ്വഭാവമല്ല. അങ്ങനെ ആരെങ്കിലും നിന്നോട് പറയുന്നെങ്കിൽ അത് നീ വിശ്വസിക്കരുത്. ദൈവത്തിന്റെ വചനം പറയുന്നു, സംഗീതക്കാരൻ പറയുകയാണ്, യഹോവ അവന്റെ ദയ
ദൈവമക്കളായത്. നമ്മൾ നമ്മുടെ അപ്പമാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പല സാമ്യതകളുണ്ട് അല്ലേ? പലപ്പോൾ ചിലപ്പോൾ മൂക്ക് ഒരേപോലെ ആയിരിക്കും, കണ്ണ് ഒരേപോലെ ആയിരിക്കും, നിറം ഒരേപോലെ ആയിരിക്കും, നടത്തം ഒരേപോലെ ആയിരിക്കും, സംസാരം ഒരേപോലെ ആയിരിക്കും. പല സാമ്യതകളും നമ്മളും ഈ ലോകത്തിലെ പിതാക്കന്മാരും തമ്മിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ആത്മാവിൽ ജനിപ്പിച്ചിരിക്കുന്ന നമ്മുടെ സ്വർഗീയ പിതാവിന്റെ സ്വഭാവം ഉണ്ടാകട്ടെ. നമ്മുടെ അവസ്ഥയെ നേരിടുമ്പോഴേക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു? Is that we react or do we respond? There is a big difference between reaction and a response. A reaction is always negative. When you see a situation, you are prompted to react to it. But have you seen that there is a big difference between response and a react? Response is always positive. Response always looks to make a situation better. Response always looks to tackle the negativity that's in existence. That is why you see the 911 people, the cops, the ambulance, everyone you see, that's why they're called the first responders. That's why they're not called the first reactors. Because if they become the first reactors, they will become like the people in India. When an accident happens, first thing they don't care about the guy who is dying. They will beat up everyone standing around. That's what happens in India. God is a responder. രണ്ടാം വാക്യത്തിൽ ഭൂമി പാഴും ശൂന്യമായിരുന്നു. ദൈവം സൃഷ്ടിച്ച ഭൂമിയെ പാഴും ശൂന്യം പിശാചാക്കിയെങ്കിലും മൂന്നാമത്തെ വാക്യത്തിൽ ഉടനെ ദൈവം പിശാചിൽ നിന്ന് 10 മണിക്കൂർ 100 മണിക്കൂർ ശ്രമിച്ചതായിട്ടോ, അയ്യോ എന്റെ പരിപാടിയെല്ലാം പൊളിഞ്ഞുപോയി, അയ്യോ എന്റെ സൃഷ്ടിയെല്ലാം നശിച്ചു പോയല്ലോ, അതെല്ലാം വേസ്റ്റ് ആയി പോയല്ലോ, വേസ്റ്റ് ആക്കി കളഞ്ഞല്ലോ എന്ന് പറഞ്ഞ സമയം കളയാതെ ഉടനെ കർത്താവ് ഒരു വാക്ക് പറയുകയാണ്, വെളിച്ചമുണ്ടാകട്ടെ. നിനക്ക് പറ്റിയിരിക്കുന്ന തകർച്ചയുടെ ഭംഗി വർണ്ണിക്കാൻ വേണ്ടിയല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. എന്റെ ആത്മീക പിതാവായിരിക്കുന്ന എന്റെ മെന്ററായിരിക്കുന്ന ഡോക്ടർ നാസർ സിദ്ദീഖി എപ്പോഴും പറയാറുണ്ട്, തന്റെ ആത്മീക മക്കളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏത് പാതിരാത്രിയിലും എനിക്ക് നിങ്ങളെ വിളിക്കാം. You can call me 24/7 anytime. It doesn't matter. You are my spiritual son, spiritual daughter. Here is my cell number. You can call me directly to talk to me. But only first 2 minutes are free. After that, I charge you $1,000 every minute. So don't call and tell me, Dr. Nasser, how are you? It's raining in Dallas. The next question I will ask you, why didn't you pray and stop the rain? Don't tell me what the situation is. Tell me that you have overcome the situation. That is the nature of a child of God. Hallelujah. ദൈവം പ്രശ്നത്തെ കാണുമ്പോൾ അയ്യോ പ്രശ്നമായി പോയല്ലോ, അയ്യോ ഭയങ്കര അപകടമായി പോയല്ലോ, ഇത്രയും നഷ്ടമായി പോയല്ലോ, എന്റെ സൃഷ്ടി മൊത്തം പാഴായി പോയല്ലോ, ഈ ഭൂമി എത്ര മനോഹരമായി സൃഷ്ടിച്ച് അത് ശൂന്യമായി പോയല്ലോ, അത് വെറുതെ കിടക്കുന്നല്ലോ, അത് ലക്ഷ്യഹീനമായി കിടക്കുന്നല്ലോ എന്നൊന്നും പറയാതെ അതിനാവശ്യമായത് എന്തെന്ന് നോക്കിക്കൊണ്ട് ഉടനെ പറയുകയാണ്, വെളിച്ചമുണ്ടാകട്ടെ. Let there be light. And he spoke it, and there it was. ഉടനെ വെളിച്ചമുണ്ടായി. അത് നോക്കി വെളിച്ചം നന്നായിരുന്നു. ഇതുപോലെ കാലച്ചേരൊക്കെ ദൈവത്തിന്റെ നാവായി തീരട്ടെ. നിന്റെ നാവിന്റെ മേൽ ജീവനും മരണവും അത് നൽകിയിരിക്കുന്നു. അതിന്റെ ഫലം നീ ഭക്ഷിക്കും. നീ മരണമാണ് സംസാരിക്കുന്നത്, മരണത്തിന്റെ ഫലങ്ങൾ നീ കൊയ്യും. നീ ജീവനാണ് സംസാരിക്കുന്നത്, ജീവന്റെ ഫലങ്ങൾ നീ കൊയ്യും. നിന്റെ നാവ് ദൈവത്തിന്റെ നാവായി തീരട്ടെ. നിന്റെ നാവിൽ കൂടെ ദൈവത്തിന്റെ വചനം മാത്രം വരട്ടെ. നിന്റെ നാവിൽ കൂടെ നിന്റെ ഭാവിയെ പഠിക്കുന്ന വാക്കുകൾ മാത്രം വരട്ടെ. നിന്റെ നാവിൽ ഇല്ലായ്മയെ നോക്കി ഇല്ലായ്മ ഉണ്ടെന്ന് പറയാനല്ല, ഉണ്ടായി വരട്ടെ എന്ന് പറയാനുള്ള അധികാരമുള്ളത് ഇന്ന് തൽക്കാലം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. Hallelujah. God has not given you the spirit of timidity and fear. He has given you a spirit of authority and boldness. We need to understand that മനസ്സിലാക്കണം, ലോകത്തെക്കാളും എന്തുകൊണ്ട് നാം വ്യത്യസ്തരാണ്. മറ്റുള്ളവരുടെ കയ്യിൽ ഈ
കൂടാതെ അല്ല ഉളവായത്. അതിന്റെ അർത്ഥം ഈ ലോകത്തിൽ നാം കാണുന്നത് സ്പർശിക്കുന്നത് മരങ്ങൾ, മലകൾ, താഴ്വരകൾ, നക്ഷത്രങ്ങൾ, കോടാനുകോടി നക്ഷത്രങ്ങൾ, ആകാശഗംഗകൾ, ഇതെല്ലാം ദൈവത്തിന്റെ ഒരു വാക്കിനാൽ ഉളവായതാണ്. ഹല്ലേലൂയ. അവരുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി. അതേ വാക്ക്, അതേ വചനം ഇന്ന് നമ്മുടെ കൈകളിൽ ലഭിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് അത് സംസാരിച്ചുകൂടാ? ഇതൊക്കെ സൃഷ്ടിച്ചിരുന്ന വചനം, ഇതൊക്കെ സ്വർഗ്ഗത്തെയും ഇല്ലാത്തതിൽ നിന്ന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന വചനം. ലോകത്തിനില്ല. ഓ, വീണ്ടും ജനിച്ച ദൈവപൈതലേ, യേശുവിന്റെ രക്തത്താൽ വിലവാങ്ങപ്പെട്ട ദൈവപൈതലേ, വീണ്ടും ചർച്ചിൽ വന്നിരുന്ന പാസ്റ്ററെ, ഇങ്ങനെ പറ്റിപ്പോയല്ലോ, പാസ്റ്ററെ ജോലി ഇങ്ങനെ ആയിപ്പോയല്ലോ, പറയാതിരിക്കാമെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ പാസ്റ്ററിനെ എന്തിനാ എപ്പോഴും ബുദ്ധിമുട്ടിക്കുന്നത്? നിങ്ങളുടെ കയ്യിൽ ദൈവത്തിന്റെ വചനമുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ കയ്യിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണുള്ളത്. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിനെ നിന്റെ ഉള്ളിൽ അവൻ പകർന്നിരിക്കുന്നത്. അത് സംസാരിക്കുക, നീ സൃഷ്ടിക്കുക. അത് സംസാരിക്കുക, അത് നീ സൃഷ്ടിക്കുക. ഇതുവരെക്കാലം നിന്റെ ജീവിതത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നതാണ്. ഇതുവരെക്കാലം നിന്റെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുന്നതാണ്. ഇതുവരെക്കാലം എവിടെയൊക്കെയാണ് ഇരുൾ കാണുന്നത്? അവിടെ നിന്ന് ഇരുട്ടേ ഇരുട്ടേ ഇരുട്ടേ, പ്രശ്നം 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 എന്ന് പറയാതെ ഉണ്ടാകട്ടെ. ചാനത്തെ വ്യത്യസ്തമായി ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ. എന്റെ മക്കളെ ഏറ്റവും പഠിത്തത്തിൽ മിടുക്കരായിത്തീരുന്നു. എന്റെ ജോലിയിലേക്ക് പ്രമോഷൻ ലഭിക്കുന്നു. എന്റെ സഭ ആത്മാക്കളെ നിറഞ്ഞാൽ ഞങ്ങൾ ഒതുങ്ങുവാൻ കഴിയാതെ കവിഞ്ഞൊഴുകുന്നു. ദൈവത്തിൽ ശ്രേഷ്ഠനായിത്തീരുന്നു. അവൻ ദൈവത്തിന്റെ വേല ചെയ്യുന്നു. അവൻ കർത്താവിനെ നാം ഉയർത്തുന്നു. എന്റെ സഭയിൽ നിന്ന് മിഷണറിമാർ ഉണ്ടാകുന്നു. എന്റെ സഭയിൽ നിന്ന് ബാഡ് ടീച്ചേഴ്സ് ഉണ്ടാകുന്നു. എന്റെ സഭയിൽ ലോകത്തെ പിടിച്ചെടുക്കുന്ന സുവിശേഷകന്മാർ ഉണ്ടാകുന്നു. പറയാതെ സൃഷ്ടിക്കാതെ. Come on, if you believe. Come on, come on, come on now. Come on, respond to me if you believe. അപ്പന്റെ സ്വഭാവം അവൻ പ്രശ്നത്തെ നോക്കിയ പ്രശ്നമേ 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 എന്ന് പറയാതെ വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടാകട്ടെ. വീണ്ടും ഭൂമി സസ്യങ്ങളാൽ വൃക്ഷങ്ങളാൽ നിറയട്ടെ. വെള്ളമെല്ലാം ഒരു സൈഡിലോട്ട് മാറട്ടെ. തെളിഞ്ഞ ഭൂമി ഉണ്ടായി വരട്ടെ. നീ എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് അത് നീ പറയുക. നിന്റെ ജീവിതത്തിൽ എന്തിന്റെ അഭാവമാണുള്ളത് അത് നീ പറയുക. അത് നീ സൃഷ്ടിക്കുക. അത് നീ പ്രാപിച്ചെടുക്കുക. ദൈവം നിന്റെ കൂടെയുണ്ട്. ദൈവത്തിന്റെ വചനം നിന്നെ അവിടെ പകർന്നിരിക്കുന്നു. വീണാതിരിക്കരുത്, ഒതുങ്ങി പോകരുത്, പിന്നോട്ടമായിരിക്കരുത്. നിന്റെ ഭീഷണി ഉൾക്കൊള്ളാൻ നീ സമ്മതിക്കരുത്. നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഇരിക്കാറില്ല അല്ലേ? ചില ആൾക്കാർക്ക് എപ്പോഴും ഗോസിപ്പേ പറയത്തുള്ളൂ. നാക്ക് തുറന്നാൽ മറ്റുള്ളവരുടെ കുറ്റം പറയത്തുള്ളൂ. നമുക്ക് അങ്ങനത്തെ സ്വഭാവം ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യും. 2 ദിവസം കഴിഞ്ഞ് പിന്നെ നമ്മളെന്താ ചെയ്യും? മാറി നിൽക്കും. അത് അവന്റെ അളവ് കൂടിയാണ്. നമ്മളെ മാറ്റി കളയാനുള്ള പരിപാടിയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, പിശാചിനോട് എതിർത്ത് നിൽക്കുക, എന്നാൽ അത് നിങ്ങളെ വിട്ടോടി പോകും. എങ്ങനെ ഓടിക്കുന്നത് അറിയാം? തൊഴിച്ചല്ല, ഇടിച്ചല്ല. അവൻ ഇഷ്ടമില്ലാത്തതെന്ന് പറയണം. അവൻ നാശം നാശം നാശം, ദോഷം ദോഷം ദോഷം, ബന്ധനം ബന്ധനം ബന്ധനം, ഇരുട്ട് ഇരുട്ട് ഇരുട്ട്, ആവിചാരം ആവിചാരം ആവിചാരം, ഓ കെട്ട് 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 എന്ന് പറയണം. നീ പറയണം അല്ല അല്ല, ജീവൻ ജീവൻ ജീവൻ, ഓ വിടുതൽ വിടുതൽ വിടുതൽ, സന്തോഷം സന്തോഷം സന്തോഷം, സമാധാനം സമാധാനം സമാധാനം, ഉയർച്ച ഉയർച്ച ഉയർച്ച.
രക്തം കൊണ്ട് വില വാങ്ങിയപ്പോൾ ഇവനെ ഞാൻ സഭയിൽ കൊണ്ടുവരാം, എങ്ങനെയെങ്കിലും അവൻ നന്നായിക്കോട്ടെ. എന്തെങ്കിലും നമ്മളൊക്കെ വരുമ്പോൾ അവരെ ചർച്ചകൾ എങ്ങനെയെങ്കിലും അത് ഗുണം പിടിച്ചു പോട്ടെ എന്ന് പറയുന്ന ഒന്നും അറിയാത്ത പാർട്ടിയല്ല ദൈവം. നീ അമ്മയുടെ ഉദരത്തിൽ രൂപമാകുന്നതിന് മുമ്പ്, ഈ ലോകസ്ഥാപനത്തിന് മുമ്പ് നിന്നെ കണ്ടവൻ, നിന്നെ പേരിച്ചു വിളിക്കുന്നവൻ, നിന്റെ അമ്മയോടൊപ്പം വിവാഹബന്ധത്തിൽ കടന്നതിന് മുമ്പ് നിന്റെ മുത്തശ്ശിമാർ ഒരിക്കലും അങ്ങനെ കൊച്ചുമകനോ ഉണ്ടാകുമോ എന്നറിയുന്നതിന് മുമ്പ്, ലോകത്തിനെ കുറിച്ച് അറിയുന്നതിന് മുമ്പ്, ലോകത്തിനെ കുറിച്ച് ബുദ്ധിയുന്നതിന് മുമ്പ് അവൻ നിന്നെ കുറിച്ച് നിത്യതയിൽ ഒരു പദ്ധതി ഉണ്ടാക്കി. അതിൽ നല്ല പദ്ധതിയായിരുന്നു, അതിൽ നല്ല പദ്ധതിയായിരുന്നു, അത് മനോഹരമായ പദ്ധതിയായിരുന്നു, അത് സുന്ദരമായ somebody receive it. വിശ്വാസവീരന്മാരുടെ പട്ടിക എല്ലാം വിവരിച്ചതിന് ശേഷം അവൻ പറയുകയാണ്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും. എന്താ പറഞ്ഞിരിക്കുന്നത്? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരും. He's the leader of our faith. അതായത് നമ്മുടെ വിശ്വാസ ജീവിതം എങ്ങനെ നയിക്കണമെന്ന് ലീഡ് ചെയ്ത് കാണിക്കുന്നു. By example, he's walking before us. We need to take his example and follow him just like that. But when you come to New King James Version, you find something very different. It says, the author and the finisher of your faith. നമ്മുടെ ജീവിതം വിശ്വാസ ജീവിതമാണ് അല്ലേ? നമ്മൾ കാഴ്ചയല്ല, വിശ്വാസമാണ്. നാം ജീവിക്കുന്ന നാം പാട്ട് പാടാറുണ്ട്, എന്ന് നാം പറയാറുണ്ട്, അങ്ങനെയല്ലേ ആയിരിക്കേണ്ടത്. എന്നാൽ നമ്മുടെ വിശ്വാസ ജീവിതം, നമ്മുടെ ജീവിതം വിശ്വാസ ജീവിതമാണെങ്കിൽ കർത്താവിന്റെ സന്നിധാനത്തിൽ നമ്മളെ കുറിച്ചൊരു പുസ്തകം നേരത്തെ കർത്താവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ വിശ്വാസത്തിന്റെ ലേഖകനാണ് പറഞ്ഞിരിക്കുന്നത്. He's the author of your life. Come on. Devil is not the author of your life. Your neighbor is not the author of your life. Your coworker is not the author of your life. Neither is your dad or mama the author of your life. There is a Father, eternal Father in heaven, who is almighty, who is omniscient, and who is omnipresent, who was before anything came into existence, and because of it everything has come into existence. Before anything was ever made, he wrote a book about you. He wrote a beautiful story about you, a story of success, a story of prosperity, a story of happiness, a story of peace. Don't you believe anything else? Don't you accept anything else this morning? I don't care what your situation is right now, but that is not what God wants it to be. നോവൽ എഴുതി കഴിഞ്ഞിട്ടേ സ്റ്റാൻഡിൽ എടുത്തോളൂ വിൽപ്പനയ്ക്ക്. ലേഖകന്റെ മേശയിൽ ഇരിക്കുന്ന നോവൽ വിൽപ്പനയ്ക്ക് വരുത്തില്ല. എഴുതി കഴിഞ്ഞ് പൂർത്തിയാക്കിയിട്ട് അവസാനം ഇന്നാരെന്നാണ് ഓത്തറെന്ന് സീലിട്ട് പബ്ലിഷ് ചെയ്തിട്ട് പുറത്തെടുത്തുള്ളൂ. ഇവിടെ നമ്മളെ കുറിച്ച് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതിനായിരിക്കുന്നതല്ല, കർത്താവ് നമ്മളെ കുറിച്ച് വല്ലതൊക്കെ എഴുതിയിരിക്കുന്നു. ഓ ദൈവരാജ്യത്തിന്റെ അഭിഷേകം ഈശോയുടെ തലയിൽ ചവിട്ടി മെതിച്ച സ്വർഗ്ഗത്തിന്റെ താക്കോൽ എന്റെ പക്കലുണ്ട്. നിങ്ങൾ എന്റെ നാട്ടിൽ ഈ ഭൂമിയിൽ കേട്ടതൊക്കെ ഈ സ്വർഗ്ഗത്തിൽ കേട്ടപ്പോൾ നിങ്ങൾ ഈ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ സ്വർഗ്ഗത്തിൽ അഴിക്കപ്പെടും. ഓ നിങ്ങളുടെ നാമത്തിൽ പാമ്പുകളെ തേളുകളെ ശത്രുവിനെ സ്വർഗ്ഗ ചവിട്ടും.
എന്റെ ഭാവിക്കെതിരെ എനിക്ക് ഉണ്ടാക്കുവാൻ നിൽക്കുന്ന തേടാനുള്ള ഈ കുറെ നാളായി പത്തി എന്റെ മക്കളെ തൊട്ടും എല്ലാം പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവളുടെ പഠനം പൂർത്തിയാകുന്ന എന്ന് പറഞ്ഞ് കൊണ്ടാൻ തുടങ്ങിയിട്ട് കുറെ നാളായി As you all know that we are meditating the book of James from January 1st onwards. And by April now we are on the second chapter of James. And this is what we are meditating from last 3 weeks, that Abraham, he was a friend of God. How did he become a friend of God? And how he become closer to God day by day life. And when day by day, when Abraham was coming close to God, he was getting into the depth of the love of God. He became a friend, and there comes a situation that God has to share everything with his friend. This is what God is telling Abraham: without informing you, I cannot do anything. Let me tell you this morning very powerfully that unless we become a friend of God, God is not going to do anything without telling you. How many of you believe that? How many of you believe that? Because I have a God who talks to me. There
God, Abraham was a friend of God. First, we see in the book of James that Abraham was a friend of God. And second, we can see in the book of Exodus. He was a friend of God. And again in Isaiah chapter 41 verses 8 we can see that. Over there also we see the same thing in saying Abraham, he was a friend of God. Abraham, how did you become a friend of God? First day we learn this thing that he obeyed to the word of God. God called Abraham. In a special situation, circumstances, in a special circumstances of a special family background, he called him. Second thing we can see, he obeyed the word of God. Without replying anything back, he just obeyed as it was. He was not asking him questions back to back, but he just obeyed what God said. God asked him to leave, he left. God asked him to start the journey, he started the journey. God asked him to go for a journey, he went for a journey. God asked him to put a tent there, he put a tent there. God asked him to put Ishmael and Hagar out of the tent, he did that. And God asked him to take Isaac for a sacrifice, he did that. ദൈവത്തിന് വേണ്ടി
Whatever the situation may be, whatever the circumstances may be, but Abraham is always ready to listen to the voice of the Lord because he's a friend of God. Hallelujah. In John we see that who can be a great friend like him, who gave his life for you. Hallelujah. Hallelujah. Praise the Lord. 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 When the deafness, the deep, he went to the deep of the love with God. And God started calling Abraham again. Hallelujah. Hallelujah. Don't we call our friends again and again every day? We may have a lot of friends, but don't you think that we have some special friends? Don't you have your friends where you call them every day before you sleep? Why do you call them? Because I have to say something. I have to share something. Abraham, listen, God has something to say to you. Jesus has to say something to you, my friend. God has to say something to you. Whatever city you are, God has to say something to you in that city. Are you ready? Hallelujah. Are you ready to hear the voice of God? Praise the Lord. Praise the Lord. Praise the Lord. Because Abraham, he was always ready. He was always ready. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. How did he become the friend of God? So two things I would like to share with you this morning. Praise the Lord. Praise the Lord. Hallelujah. Amen. Hallelujah. Amen. Amen. One thing we can learn about him that he has a heart of giving. Hallelujah. Hallelujah. He has a heart of giving. He was always ready because he has a heart of giving. Praise the Lord. Hallelujah. When we learn in Genesis chapter 14, verses 18 and 19 and 20. Over there we can read and we can understand that Abraham gave tithe in everything what he had. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Let me talk to you, church, this morning. Are we able to become like Abraham? We all know the background. We have learned about Abraham in the book of Genesis that when Lot left him to Sodom, he went and he multiplied and he got all that jewels and jewels from that place. And we can learn about Melchizedek over there. He went and he is blessing Abraham. He is blessing Abraham. And over there we can understand that Abraham gave 1/10 of everything what he had. Because he was a priest of God. Praise the Lord. Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. Let me tell you one thing
this morning, more you give to the God, more He trusts you. And this is how one of my friend called me and said to me, and he told me that you need to teach the church how to give. If the church has to be blessed, a church who is not ready to give will never be blessed. We are the people who are always ready to receive stuff. But the things which we have received, we should be sharing to other people. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. And we can see Abraham, he wanted of everything what he had. Praise the Lord. Praise the Lord. What else he gave? And we can see his brother's son, they took everything good, whatever Abraham had. They had God and called him. Abraham didn't call him. But we can see he himself, it was his own personal decision that he started his journey with Abraham. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Amen. Hallelujah. ഒരു തിരഞ്ഞെടുപ്പ് ഒരു വീതം വെപ്പിന്റെ കാര്യം വന്നപ്പോൾ അബ്രഹാം പറഞ്ഞു മകനെ ലോത്തേ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് നീ പോയിക്കോ. ഹല്ലേലൂയ. ഒരു തിരഞ്ഞെടുപ്പാനുള്ള അനുവാദം തന്റെ സഹോദരപുത്രൻ അബ്രഹാം കൊടുത്തു. And when the time came when they had to separate, Abraham told the Lord that you can take anything whatever you want and you can take it with you. I have no problem. ദൈവത്തിന്റെ മക്കളെ കൊടുക്കുവാൻ സാധിക്കുമോ? Let me tell you, God will be pleased if you give. Why the family relations are being destroyed? Why the brotherhood love is going apart? Because we don't have a heart to give. Because I want the most from my father. I want that piece of land which is next to the road. I want this land. I want that position. I want this position. We should get example among the people who are doing all this thing. Abraham gave the chance to Lot. And we can see here he took the best land which was close to the river. If it was us, we would have been like crying over there. We would have said, Sarah, why did he do this with me? I brought him with me, now it's a waste. He took everything from me. Our family and our animals, what are we going to do now? Say, look up. Lift your hand and look up. Look over there. Look to west. Whatever you're looking right now, whatever you're seeing right now, whatever you see, whatever countries you see right now, I give it to you and your family and your generations. Hallelujah. Hallelujah. Let's lift our hand and sing. And sing. You can sing. Sing. Let's sing. Because God
He was distracted. He was he was righteous, but his decision, it was not according to the will of God. Let me remind you this morning, any selection in your life without the will of God, it will go into wrong path. And now we can see that he gave a hospital. He had a heart of hospitality when he received the angels when he gave the house. Praise the Lord. Hallelujah. And there we can see when Abraham saw this guest at their house, at the doorstep, Abraham went and received them. And he said, Masters, don't leave me alone. He received them. He provided everything what they needed. And he gave all the direction to his wife Sarah. And he gave the directions to his maidservant. Within some hours, everything was ready. And he did everything what he's supposed to do for his guests. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. അടുത്ത വർഷം സമയത്ത് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ അവിടെ ഒരു കുഞ്ഞിനെ പ്രസവിക്കും. And we are telling Abraham the next year when we come back, he should bear God's son. Hallelujah. Hallelujah. ദൈവത്തിന്റെ മക്കളെ ഈ ലോകകാലം ചിലരെ നോക്കിയിരിക്കാൻ സാധിക്കുന്നുണ്ടോ? Are you able to see something in your life? ചിലരെ നോക്കിയിരിക്കാൻ സാധിക്കുന്നുണ്ടോ? Are you able to see? പലപ്പോഴും അനുഗ്രഹം വഴിയെ വന്നിട്ട് പോവുകയാണ്. Many times blessings come into your life, but it doesn't enter into you. It just passes away. It just passes away from you. Praise the Lord. 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 Hallelujah. Let's go and receive that this morning. Go and receive something in your life. Go and receive something in your life this morning. Praise the Lord. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Abraham, he was a friend of God. First he heard the voice of God. Second he obeyed. Third he left. He did everything that God asked him to do. He gave 1/10 of whatever he had. He gave the right of selection to his brother's son. He received the angels of God, even though he didn't know he was an angel, but he received and he did whatever he had to. Next week, I'll continue. Hallelujah. Hallelujah. എന്റെ മകനെ ധൈര്യപ്പെടുത്തി ശക്തീകരിച്ചത് വീടിന്റെ അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് കടന്നു പോവുകയായിരുന്നു. കർത്താവിനെ ലഭിച്ചത് ദൈവത്തിൽ വേണ്ടി കൊടുക്കുക. ഞങ്ങൾക്ക് തരുന്നതിൽ 90% ഞങ്ങൾക്കുള്ളതെന്നുള്ള ബോധ്യമൊന്നുണ്ടാകുവാൻ ആ 10% ആദ്യം ഒന്ന് മാറ്റിവെച്ച് ദൈവരാജ്യത്തിന് വേണ്ടി ചിലവിടുവാൻ കർത്താവിനെ ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. മറ്റുള്ളവരെ സ്നേഹിപ്പാൻ, മറ്റുള്ളവർക്ക് വേണ്ടി സൽക്കാരം ഉണ്ടാകുവാൻ കർത്താവ് ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചത് കൊണ്ട് സ്തോത്രം. ഇന്ന് രാവിലെ ഞങ്ങളെ അനുഗ്രഹിച്ചത് കൊണ്ട് സ്തോത്രം. നിന്റെ പ്രവൃത്തി വിദേശത്ത് വെളിപ്പെടാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. ഞങ്ങളെ പ്രത്യേകമായ ഉദ്ദേശത്തോടുകൂടി ഈ ദേശത്ത് വിളിച്ചു വേർതിരിച്ചത് കൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ സ്നേഹവും സന്തോഷവും സമാധാനം
എല്ലാവരും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം ചെയ്യാം.